ഞാൻ പറഞ്ഞു ഈ ഒരു എ ടു ബി എന്നുള്ള ആ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഫോഴ്സ് നോൺ യൂണിഫോം ഫോഴ്സാണ്. അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് നോൺ യൂണിഫോമാണ്. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ കാണണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻ്റ് എടുക്കണം. ഈ പാർട്ടിക്കിൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഏതൊരു പോയിന്റിലും എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പി ക്യു. ഇപ്പോൾ ആ പി എന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ അവിടെ പാർട്ടിക്കിളിൻ്റെ അവിടെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പി ക്യു ഡയറക്ഷനിലാണ് ഫോഴ്സ് ഉണ്ടാവുന്നത്. അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ആർ എന്നുള്ള ഡയറക്ഷനിലാണ്. അപ്പോൾ പി ക്യു എന്നുള്ളതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. പക്ഷെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഡി ആർ എന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് ലോങ് ആയിട്ടുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻ്റാണ്. അപ്പോൾ അത് എഫ് കോസ് തീറ്റ ആയിരിക്കും. വർക്ക് ഡൺ കാണണമെങ്കിൽ അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എഫ് കോസ് തീറ്റയാണ്. ഡി ആർ എന്നുള്ളത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മുകളിലുണ്ടാവുന്ന വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതാണ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇക്വേഷൻ നമ്പർ 1 ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി ആർ. എഫ് കോസ് തീറ്റയാണ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിന് എലോങ് ആയിട്ടുള്ള, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് അതേ ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ്. അപ്പോൾ നമ്മൾ എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി ആർ അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു. അപ്പോൾ നമുക്കത് എഫ് ഡി ആർ കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ എഫ് ഡി ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡോട്ട് ഡി ആർ ആണ്, ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ എന്ന് കിട്ടി. അപ്പോൾ അതിന് താഴെ ഒരു ഡെഫിനിഷനായിട്ട് കൊടുത്തിട്ടുള്ളത് വായിക്കാം. ദ വർക്ക് ഡൺ ഈസ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദാറ്റ് ഈസ് വർക്ക് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ ഓർ ജൂൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? ഒരു ഇൻഫിനിറ്റേസിമൽ ആയിട്ടുള്ള ഒരു വർക്ക് ഡൺ ആണ്. അതായത് ഒരു ചെറിയ പോയിന്റിൽ അതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ത്രൂ ഔട്ട് പാത്തിൽ എ ടു ബിയിൽ ടോട്ടൽ വർക്ക് ഡൺ എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വർക്ക് എ ബി എന്ന് കൊടുത്ത് ഡബ്ല്യു എ ബി എന്ന് കൊടുത്തിരിക്കുന്നത് എ ടു ബി ആ ഒരു പാത്തിൽ ടോട്ടൽ നടന്നിട്ടുള്ള വർക്ക് ഡൺ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ആയിരിക്കും. ആ ഇൻഫിനിറ്റേസിമലായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഡി ഡബ്ല്യുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് എ ടു ബി. അപ്പോൾ നമുക്ക് എ ടു ബി എഫ് കോസ് തീറ്റ ഡി ആർ എന്ന് കിട്ടും. അതാണ് ഇക്വേഷൻ നമ്പർ 2. പിന്നെ എഫ് കോസ് തീറ്റ എന്നുള്ള ആ ഒരു കമ്പോണൻറ്റിനെ, ഫോഴ്സിൻ്റെ ആ ഒരു കമ്പോണൻറ്റിനെ നമുക്ക് എഫ് ടി എന്ന് പറയാൻ പറ്റും. എഫ് ടി എന്ന് എഴുതാം. എഫ് കോസ് തീറ്റ ഈക്വൽ ടു എഫ് ടി എന്ന് എഴുതാം. അതെന്താ? ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ആണ് എഫ് കോസ് തീറ്റ അറ്റ് എനി പോയിന്റ് അലോങ് ദ പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ. എഫ് ടി എന്നുള്ളത് അതായത് എഫ് കോസ് തീറ്റ എന്നുള്ളത് ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് അറ്റ് എനി പോയിന്റ് അലോങ് ദ പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ. അതുകൊണ്ട് നമുക്ക് ഈ വർക്ക് ഡണ്ണിനെ എങ്ങനെ വിളിക്കാൻ പറ്റും? the work done is the integral of the tangential component of force along the path of motion. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. when the particle moves along a straight line path such that the force is always directed along the path, then the force and the displacement are in same direction and the angle theta equal to 0. അതായത് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലാണ്. അവിടെ ഫോഴ്സ് എപ്പോഴും പാത്തിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പാത്തിൻ്റെ അതേ ഡയറക്ഷൻ, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ. അങ്ങനെയാവുമ്പോൾ അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണ്. ആ സമയത്ത് എന്തായിരിക്കും? സെയിം ഡയറക്ഷനിലാവുന്ന സമയത്ത് ആംഗിൾ എന്തായിരിക്കും? തീറ്റ എന്നുള്ള ആംഗിൾ 0 ആയിരിക്കും. അതായത് നമ്മുടെ മുന്നത്തെ ഇക്വേഷൻ എഫ് കോസ് തീറ്റ ഡി ആർ അല്ലെങ്കിൽ എഫ് ഡി ആർ കോസ് തീറ്റ എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആർ കോസ് തീറ്റ എന്നായിരുന്നു. അപ്പോൾ അതിൽ ആ കോസ് തീറ്റയുടെ അവിടെ കോസ് 0 എന്നാവും. കോസ് 0 എന്താ? 1 ആണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളത് എഫ് ഡി ആർ എന്നാവും. അപ്പോൾ വർക്ക് എ ബി, അതായത് ഡബ്ല്യു എ ബി
എന്നുള്ളത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആർ എന്നാവും. അതാണ് ഇക്വേഷൻ നമ്പർ 3. ദ വർക്ക് ഡൺ ഈസ് പോസിറ്റീവ് ആൻഡ് ഈസ് സെഡ് ടു ബി ഡൺ ബൈ ദ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വർക്കിനെയാണ് പോസിറ്റീവ് വർക്ക് എന്ന് വിളിക്കുന്നത്. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ആണ്. അതായത് ഫോഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞ മെക്കാനിക്സിൽ നമ്മൾ പൊതുവേ വർക്ക് ഡൺ എന്താണെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ പോസിറ്റീവ് വർക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നു, വർക്ക് ഡൺ വരുന്നു, അത് പോസിറ്റീവ് വർക്കാണ്, വർക്ക് ഡൺ ബൈ ഫോഴ്സ് എന്ന് പറയും. അങ്ങനെ അതിൻ്റെ ഇക്വേഷനാണ് അവിടെ ഇക്വേഷൻ നമ്പർ 3 പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് പോസിറ്റീവ് വർക്കിൻ്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ABC എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് വായിക്കാം. വെൻ എ ബോഡി ഈസ് ലിഫ്റ്റഡ് അപ്പ് ബൈ അപ്ലൈയിങ് ഫോഴ്സ്, the displacement is directed upward along the direction of applied force, hence work is done by the lifting force. നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്തപ്പോൾ ഒരു സാധനം എടുത്തൊരു വെയിറ്റുള്ളൊരു സംഭവം എടുത്ത് മുകളിലോട്ട് ഉയർത്തുവാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിന് മുകളിലോട്ട് ആ ഒരു വസ്തുവിൻ്റെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലാണ്. ആ ഒരു ഒബ്ജക്റ്റ് മുകളിലോട്ട് തന്നെ പോയതും അപ്വേർഡ് ഡയറക്ഷനിലേക്ക് തന്നെ പോയതും. അപ്പോൾ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. അപ്പോൾ നമുക്കവിടെ പോസിറ്റീവ് വർക്ക് ഡൗൺ നടന്നു എന്ന് പറയാം. അവിടെ പോസിറ്റീവ് വർക്ക് ചെയ്തിട്ടുള്ള ഫോഴ്സ് ആ ലിഫ്റ്റിംഗ് ഫോഴ്സാണ്. ഓക്കെ. അതുപോലെ സെക്കൻഡ് കേസ് പറയുന്നത് വെൻ എ സ്പ്രിങ് ഈസ് സ്ട്രെച്ചഡ് ഓർ കംപ്രസ്ഡ് ദെൻ ദ എക്സ്റ്റൻഷൻ ഓർ കംപ്രഷൻ ആർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്, ഹെൻസ് വർക്ക് ഈസ് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ സ്പ്രിങ്. ഒരു സ്പ്രിങ് സ്ട്രെച്ച് ചെയ്യുകയോ കംപ്രസ് ചെയ്യുകയോ ചെയ്ത് വയ്ക്കുന്ന സമയത്ത് അതിൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും. അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ്, നമ്മളവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഫോഴ്സ്. സ്പ്രിങ്ങിൻ്റെ കേസ് നമ്മൾ എവിടേക്കാണോ നമ്മൾ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഡയറക്ഷനിലായിരിക്കും അത് ആ സ്പ്രിങ് മൂവ് ചെയ്തിട്ടുണ്ടാവുക. സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണോ പുള്ളി ചെയ്തിട്ടുള്ളത് ആ ഒരു ഡയറക്ഷനിലായിരിക്കും അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവുക. നമ്മളവിടെ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സാണ് അവിടുത്തെ വർക്ക് ചെയ്യുന്ന ഫോഴ്സ്. പിന്നെ ഫോർ എ ഫ്രീലി ഫോളിങ് ബോഡി വർക്ക് ഈസ് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. നമുക്കറിയാം ഒരു ഫ്രീലി ഫോളിങ് ബോഡിയുടെ കേസിൽ ഡയറക്ഷൻ വരുന്നത് ഡൗൺവേർഡ്സ് ആണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത് ഡൗൺവേർഡ്സ് ആണ്, ഫോഴ്സും ഡൗൺവേർഡ്സ് ആണ്. എർത്തിൻ്റെ ഗ്രാവിറ്റി വരുന്നത് ഡൗൺവേർഡ്സൊക്കെ നമ്മൾ ഒരു ഫ്രീലി ഫോളിങ് ബോഡിയുടെ കേസിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പം അതും പോസിറ്റീവ് വർക്കിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത കേസ് പറയാൻ പോകുന്നത് നെഗറ്റീവ് വർക്ക് എന്നുള്ളതിൻ്റെയാണ്. അതെങ്ങനെയാണ് വരുന്നുണ്ടാവുക? അവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഫോഴ്സ് എങ്ങോട്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പാർട്ടിക്കിളിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ തീറ്റ 180 ഡിഗ്രി വരും. അപ്പോൾ കോസ് തീറ്റ അതായത് കോസ് 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. അങ്ങനെയാകുമ്പോൾ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്താവും? FDR കോസ് 180. അപ്പോൾ കോസ് 180 -1 ആയതുകൊണ്ട് മൈനസ് ഇൻ്റഗ്രൽ A to B FDR എന്ന് വരും. അപ്പോൾ വർക്ക് AB എന്നുള്ളത് മൈനസ് ഇൻ്റഗ്രൽ A to B FDR എന്ന് വരും. അതാണ് ഇക്വേഷൻ നമ്പർ 4 കാണിച്ചിട്ടുള്ളത്. ഈ വർക്കിന് നമ്മൾ നെഗറ്റീവ് വർക്ക് എന്ന് പറയും. ഇത് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫോഴ്സാണ്. നെഗറ്റീവ് വർക്കുമാണ്, എഗെയിൻസ്റ്റ് ദ ഫോഴ്സാണ് വർക്ക് നടന്നിട്ടുള്ളതെന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് 3 കൊടുത്തിട്ടുണ്ട്, നോക്കാം. വെൻ എ ബോഡി ഈസ് ലിഫ്റ്റഡ് അപ്പ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് upwards and therefore directed opposite to the force of gravity, hence work is done against the force of gravity. നമ്മളൊരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന കേസിൽ ഗ്രാവിറ്റി ഡൗൺവേർഡ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഗ്രാവിറ്റി എന്നുള്ള ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് നടന്നൊരു വർക്കാണത്. അപ്പോൾ അതൊരു നെഗറ്റീവ് വർക്കാണ്. നെഗറ്റീവ് വർക്കിൻ്റെ എക്സാമ്പിളായിട്ട് ഇങ്ങനെ പറയാം. അവിടെ ഗ്രാവിറ്റി എന്നുള്ള ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതൊരു നെഗറ്റീവ് വർക്കാണ്. പിന്നെ വെൻ എ സ്പ്രിങ് ഈസ് സ്ട്രെച്ചഡ് ഓർ കംപ്രസ്ഡ് ദെൻ ദ എക്സ്റ്റൻഷൻ ഓർ കംപ്രഷൻ
are opposite to the direction of elastic restoring force. Hence, work is done against the restoring force inside a spring. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ഈ ലിഫ്റ്റിംഗ് ബോഡിയിൽ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് അത് നെഗറ്റീവ് വർക്കായ അതുപോലെ തന്നെ വരുന്നൊരു കേസാണിത്. അതായത് സ്പ്രിങ്ങിലുള്ള ഇലാസ്റ്റിക് ഫോഴ്സ്, അതായത് ഇലാസ്റ്റിക് റീസ്റ്റോറിങ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് അതിനെ നമുക്ക് ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള റീസ്റ്റോറിങ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്നൊരു വർക്ക് ഡൺ ആയിട്ട് അതിനെ പറയാൻ പറ്റും, നെഗറ്റീവ് വർക്ക്. പിന്നെ ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി വർക്ക് ഈസ് ഡൺ എഗെയിൻസ്റ്റ് ദ എയർ ഫ്രിക്ഷൻ വിച്ച് ആക്ട്സ് അപ്വേർഡ്. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി, ബോഡി ഇങ്ങനെ ഫ്രീലി ഫോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എയർ ഫ്രിക്ഷൻ ഉണ്ടാവും. എയർ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? അത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും എയർ ഫ്രിക്ഷൻ ഉണ്ടാവുക. അപ്പോൾ എയർ ഫ്രിക്ഷന് ഓപ്പോസിറ്റായിട്ട് ആണ് ഈ ഒരു ആക്ടിവിറ്റി, ഈ ഒരു വർക്ക് ഡൺ നടക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു നെഗറ്റീവ് വർക്കിന് എക്സാമ്പിളായിട്ട് ഈ ഒരു കേസ് സ്പെസിഫൈ ചെയ്ത് പറയാം. അപ്പോൾ ഈ 3 കേസസാണ് നെഗറ്റീവ് വർക്കിന് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്.